എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. തകർന്ന മരവിച്ച ഹൃദയങ്ങൾക്ക് സംഗീതം നൽകുന്ന സൗഖ്യം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇന്നേ ദിവസം നമ്മുടെ ഒപ്പം ആയിരിക്കുക നമുക്കൊക്കെ പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസ് പരത്തിനാൽ CMI അച്ഛനാണ്. അച്ഛൻ CMI സഭയുടെ മൂവാറ്റുപുഴ കാർമൽ പ്രവിശ്യംഗമാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ്റെ ദൈവവിളിയെ പറ്റിയും അച്ഛൻ്റെ ബാല്യകാലത്തെ പറ്റിയും അച്ഛൻ്റെ രസകരമായ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അച്ഛൻ്റെ സുന്ദരമായ ഒരു ഗാനത്തോടു കൂടി തന്നെ ആകട്ടെ ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കേണ്ടത്. ഞാൻ ഇടയ്ക്ക് കേൾക്കുന്ന അച്ഛൻ്റെ ഒരു ഭംഗിയുള്ളൊരു പാട്ടുണ്ട്, ഒരു തമിഴ് പാട്ട്, ആ പാട്ടോടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിച്ചാലോ? ആ പാട്ടിനെ പറ്റി ഒന്ന് പറയും കൂടി ചെയ്യാം. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകളിലൊന്നാണത്. തമിഴ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഷയാണ്. കാരണം ചെറുപ്പം മുതലേ ഞങ്ങൾ ഹൈ റേഞ്ചിൽ താമസിക്കുന്ന സമയത്ത് അവിടെ പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു DD എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമേ കിട്ടുള്ളൂ. DD തമിഴ് ചാനൽ. അത് കിട്ടണമെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ വയ്ക്കണം. അപ്പം അങ്ങനെ അന്ന് അത് മാത്രമേ, അപ്പോൾ തമിഴ് ആണ് കണ്ട് തമിഴായിരുന്നു ആദ്യം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്കാരൊക്കെ ഒരുപാട് തമിഴന്മാരുണ്ടായിരുന്നു. അപ്പം തമിഴ് കേട്ട് പഠിച്ച്, അപ്പം തമിഴ് ഒരു ഇഷ്ടപ്പെട്ടൊരു ഭാഷയാണ്. തമിഴിൽ പാട്ട് കേൾക്കുന്നു. തമിഴ് പേசுறது ரொம்ப கஷ்டம், ஆனா பேசுறது நல்லா புரியும். ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ത് തമിഴിൽ പറഞ്ഞാലും നമുക്ക് പിടികിട്ടും. അപ്പം പിന്നെ തമിഴ് പാട്ടുകൾ, അതിപ്പം സിനിമാ ഗാനങ്ങളാണെങ്കിലും ഭക്തിഗാനങ്ങളാണെങ്കിലും ഒരുപാട് പാട്ടുകൾ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷ, എൻ്റെ മേഖല, ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ മൂന്നാറിലായിരുന്നു. മൂന്നാറിൽ ഞങ്ങൾക്കൊരു ആശ്രമമുണ്ട്, കൊരണ്ടക്കാട്. അപ്പോൾ അവിടെ ഒരു തമിഴ് കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. അപ്പോൾ തമിഴ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തമിഴ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് തമിഴ് അത്യാവശ്യം നമുക്ക് വായിക്കാറൊക്കെ ആയി, വായിക്കും, എഴുതും. പക്ഷേ ഫ്ലുവൻ്റായിട്ട് കുർബാന, ഞാൻ തമിഴിലുണ്ടായിരുന്ന കുർബാന, തമിഴ് സീറോ മലബാർ കുർബാന വായിക്കാൻ ഇച്ചിരി പാടായിരുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് തമിഴിൽ ചൊല്ലുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു തമിഴ് പാട്ട്, ഒരു ആദ്യമായിട്ടൊരു ക്രിസ്ത്യൻ മെലഡി പാടാവോന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നമ്മളത് ഡിനൈ ചെയ്തില്ല, അതൊരു ചലഞ്ചായിട്ട് അങ്ങ് ഏറ്റെടുത്തു. കാരണം നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോൾ കറക്റ്റ് തമിഴ് പറയുന്ന പോലെ ഒരു സ്ലാങ് കിട്ടത്തില്ല. പക്ഷെ ഞാൻ ഇരുന്ന് പഠിച്ച് അത് പാട്ടായിരുന്നത്. അത് ഒരു സിസ്റ്റർ സോണിയ എന്ന് പറയുന്ന ഒരു സിസ്റ്ററിൻ്റെ പാട്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ആ തമിഴ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൽ നിന്ന് നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം.
இயேசுவே கண்டேன் அன்பை, விரிந்த கைகளும் காயங்களும் பிரியாத என் நண்பன் நீ இயேசுவே. இதயம் துறந்தென்னை தேற்றிடும் அன்பே, எக்கால நண்பன் நீ. நீ மட்டுமே என் நண்பன், என்னை தேற்றும் என் இயேசுவே. நீ மட்டுமே என் நண்பன், என்னை தேற்றும் என் நண்பரே. சிலுவையின் இயேசுவே இரக்கத்தின் ஊற்றே, உம் கருணையால் என்னை கழுவிடுமே. வெறுத்து நான் போகையில் உம்மிடம் திரும்பிட மறந்து விட்டேன். கடன்களும் நோய்களும் வாழ்க்கையில் நிறைந்திட எல்லோரும் என்னை விட்டகன்றார். ஆனாலும் இயேசுவே கண்டேனும் முகத்தை, கண்ணீர் மிளிர்ந்திட புன் சிரிப்பும் பிரியாத என் நண்பன் நீ இயேசுவே. இதயம் துறந்தென்னை தேற்றிடும் அன்பே, எக்கால நண்பன் நீ. நீ மட்டுமே என் நண்பன், என்னை தேற்றும் என் இயேசுவே. நீ மட்டுமே என் நண்பன், என்னை தேற்றும் என் நண்பரே. சிலுவையின் இயேசுவே இரக்கத்தின் ஊற்றே, உம் கருணையால் என்னை கழுவிடுமே. வற்றாத அன்பின் ஊற்றே, உம் மார்போடு என்னை அணைத்திடுமே. இதயம் துறந்தென்னை தேற்றிடும் அன்பே, எக்கால நண்பன் நீ. நீ மட்டுமே என் நண்பன், என்னை தேற்றும் என் இயேசுவே. நீ மட்டுமே என் நண்பன், என்னை தேற்றும் என் நண்பரே. പ്രിൻസജ അഴകാ ഉങ്ങൾ പാടിയിരിക്ക നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. കറക്റ്റ് ഒരു തമിഴ് പാട്ട്, അതിൻ്റെ ഒരു സ്റ്റൈലും ടോണും എല്ലാം. ഈ ഷൈജിനച്ഛനാണ് നമ്മളത് ഗൈഡ് ചെയ്തത്. അത് പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അച്ഛാ അത് അങ്ങനെയല്ല, തേറ്റും എന്ന് പറയുന്നത് തേറ്റും എന്ന് പറയണം. തേറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കരുത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഫീലുണ്ട്. ഞാനിത് ഇടയ്ക്ക് ഈ പാട്ട് കേൾക്കുന്ന ഒരു സുന്ദരമായിട്ട്. അച്ഛാ സംഗീതം അച്ഛൻ വളരെ അച്ഛൻ്റെ ഒരു ഉപാസന തന്നെയാണ്. അത് പഠനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സംഗീത പഠനമൊക്കെ? സംഗീത പഠനം ഞാൻ എൻ്റെ ഫോർമേഷൻ്റെ, അതായത് പട്ടം കിട്ടിയതിന് ശേഷമാണ് ആക്ച്വലി സംഗീതം ഔദ്യോഗികമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോയത്. അങ്ങനെ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അധികാരികൾ നമ്മളെ, ഞാൻ ആദ്യം ബറോഡ യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ പട്ടം കഴിഞ്ഞോ? അല്ല, പട്ടം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അല്ല, പട്ടം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇടുക്കി രൂപത്തിലുള്ള 2 ഇടവകളിൽ കൊച്ചനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം 1.5 വർഷം. ഏതൊക്കെ ഇടവകയായിരുന്നത്? മുരിക്കുംതൊട്ടിപ്പള്ളി, പിന്നെ ഫേമസ് തങ്കമണി പള്ളിയിൽ കൊച്ചനായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഡൽഹിക്കാണ് പോയത്, ബറോഡ യൂണിവേഴ്സിറ്റി. അവിടെയാണ് നമ്മുടെ ഉരുളിയാനിക്കലച്ചനൊക്കെ പഠിച്ച സ്ഥലം.
നമ്മുടെ അച്ഛന്മാരെല്ലാം പഠിച്ചത് ബറോഡ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ഡൽഹി ഫരീദാബാദ് രൂപതയിൽ നമുക്ക് അച്ഛന്മാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പം അവിടെ സേവനം ചെയ്യാം, അതിൻ്റെ കൂടെ പഠനവും നമുക്ക് നടത്താം എന്നുള്ളൊരു ധാരണയിൽ ഞാൻ അവിടെ ചെന്നു. അങ്ങനെ അവിടെ ഖൈരാഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു VN ഭാത്ഖണ്ഡെ സംഗീത മഹാവിദ്യാലയ, അവിടെയാണ് എൻ്റെ സംഗീത പഠനം ഞാൻ തുടങ്ങിയത്. എൻ്റെ ഗുരുജി ഹിന്ദുസ്ഥാനി ഡൽഹി ഖരാനയുടെ ഒരു തലമൂത്ത ഹിന്ദുസ്ഥാനിയാണ് ഒരു തലമൂത്ത ഒരാളാണ്. അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ്, വെരി ടാലൻറ്റഡ്, വളരെ അധികം കോമ്പോസിഷൻസ്, അതായത് ഹിന്ദുസ്ഥാനിലുള്ള ഒരുപാട് കോമ്പോസിഷൻസ് അദ്ദേഹത്തിന് അറിയാം. അപ്പം അങ്ങനെ ഒരു പണ്ഡിറ്റ് ഹരിദത്ത് ശർമ്മ, അദ്ദേഹമാണ് എൻ്റെ ഗുരുജി. അവിടുന്ന് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ പഠനം പിന്നെ നാട്ടിലേക്ക് വരുന്നു അല്ലേ? പിന്നെ നാട്ടിലേക്ക് പിന്നെ ഞാൻ വന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു സ്കൂളിലാണ് എൻ്റെ ശുശ്രൂഷ ഞാൻ ആരംഭിച്ചത്. അത് മൂന്നാറിൽ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് തമിഴുമായിട്ട് അവിടെ കൊരണ്ടക്കാട്. പിന്നെ ഇരിഞ്ഞാലക്കുടയിൽ അച്ഛൻ്റെ PG നടക്കുന്നു. PG അതായത് ആ സമയത്താണ് ഞാൻ ഈ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്കൂളിൽ താൽക്കാലികമായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഫുള്ളി അപ്പോയിന്റഡ് ആയി. കാരണം അന്നേരത്തേനും കൊറോണ വന്നു. നമ്മുടെ ഒരു വർഷം. മൂന്നാറിന്റെ ഭംഗി എല്ലാം ഉള്ളൊരു സ്കൂളാണ് അല്ലേ? നല്ല, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ കൊറോണയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ നോർത്ത് ഇന്ത്യക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം, ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഉപേക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അച്ഛനൊന്നൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് നോക്കി, പക്ഷെ അച്ഛൻ്റെ വിളി മുഴുവൻ ഇരിക്കുന്നത് സംഗീതം തന്നെയാണ്. അത് വിട്ടിട്ടില്ല കേട്ടോ, വിട്ടിട്ടില്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു. അതെ. അപ്പൊ അതിന്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ദൈവവിളി, അതിൽ തന്നെ മഹത്വം, വിശേഷം, അച്ഛൻ്റെ വാക്കുകളായിക്കോട്ടെ ഗാനങ്ങളായിട്ട് ഒത്തിരി ദൈവവിളിക്ക് പോലും പ്രചോദനമാവുന്നുണ്ട്. അച്ഛൻ്റെ ഒരു സുന്ദരമായ ഒരു ഗാനം കൂടിയുണ്ട്, ദൈവവിളിയോട് ചേർന്നുള്ള ഒരു പാട്ടും കൂടിയുണ്ട്. ഞാനൊരുവാകും മുന്നേ ദൈവം തന്നിൽ മെനഞ്ഞു എൻ്റെ രൂപം. ഞാനൊരുവാകും മുന്നേ ദൈവം തന്നിൽ മെനഞ്ഞു എൻ്റെ രൂപം. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിലേകി സ്വർഗീയദാനം ദൈവവിളി. സ്വർഗീയദാനം ദൈവവിളി. ഞാനൊരുവാകും മുന്നേ ദൈവം തന്നിൽ മെനഞ്ഞു എൻ്റെ രൂപം. സ്വീകരിച്ചെന്നെ സ്വന്തമാക്കി, വേർതിരിച്ചെന്നിൽ കൃപകളേകി. സ്വീകരിച്ചെന്നെ സ്വന്തമാക്കി, വേർതിരിച്ചെന്നിൽ കൃപകളേകി. സ്വയം ത്യജിക്കാൻ വരങ്ങളുമേകി, വൃതബദ്ധനായി ദരിദ്രനായി. സ്വയം ത്യജിക്കാൻ വരങ്ങളുമേകി, വൃതബദ്ധനായി ദരിദ്രനായി.
എന്നെ വൃതബദ്ധനാകാൻ അനുഗ്രഹിച്ചു. കുരിശോളമുയരാൻ ക്രൂശിതനാകാൻ ക്രൂശിന്റെ മാർഗേ അനുഗമിക്കാൻ. കുരിശോളമുയരാൻ ക്രൂശിതനാകാൻ ക്രൂശിന്റെ മാർഗേ അനുഗമിക്കാൻ. കുരിശോളമെന്നും അനുസരിക്കാൻ വൃതബദ്ധനാകാൻ അനുസരണം. കുരിശോളമെന്നും അനുസരിക്കാൻ വൃതബദ്ധനാകാൻ അനുസരണം. എന്നെ വൃതബദ്ധനാകാൻ അനുഗ്രഹിച്ചു. മോഹങ്ങളെല്ലാം പാടെ വെടിയാൻ യേശുവിൽ മാത്രം ജീവിക്കുവാൻ. മോഹങ്ങളെല്ലാം പാടെ വെടിയാൻ യേശുവിൽ മാത്രം ജീവിക്കുവാൻ. സോദരർക്കെന്നും സംലഭ്യമാകാൻ വൃതബദ്ധനാകാൻ ബ്രഹ്മചര്യം. സോദരർക്കെന്നും സംലഭ്യമാകാൻ വൃതബദ്ധനാകാൻ ബ്രഹ്മചര്യം. എന്നെ വൃതബദ്ധനാകാൻ അനുഗ്രഹിച്ചു. ഞാനൊരുവാകും മുന്നേ ദൈവം തന്നിൽ മെനഞ്ഞു എൻ്റെ രൂപം. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിലേകി സ്വർഗീയദാനം ദൈവവിളി. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിലേകി സ്വർഗീയദാനം ദൈവവിളി. ഞാനൊരുവാകും മുന്നേ ദൈവം തന്നിൽ മെനഞ്ഞു എൻ്റെ രൂപം. ഫ്രണ്ട്സ്, വളരെ വളരെ മനോഹരമായ ഒരു ഗാനം. സന്യാസവ്രതങ്ങളെ പറ്റി, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, അതൊക്കെ മനോഹരമായിട്ട് കൊള്ളിച്ച ദൈവവിളിയുടെ ഒരു സുന്ദരമായൊരു ഗാനമാണ്. ശരിക്കും നമ്മളറിയാമല്ലോ, നമ്മൾ ഓരോ ശുശ്രൂഷകൾ നമ്മൾ ഓടി നടന്നപ്പോൾ ഗാന ശുശ്രൂഷ നടത്തുമ്പോഴായിരിക്കട്ടെ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ അല്ല നമ്മുടെ അല്ല തമ്പുരാൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ എന്ന ചിന്തയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലൂടെ നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു കുഞ്ഞെങ്കിലും ആ ദൈവവിളിയിലേക്ക് തമ്പുരാൻ്റെ വയലിൽ വേല ചെയ്യാൻ തക്കവിധം ഒരുക്കി, അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുക്കി കൊണ്ടുവരും. അത്രയ്ക്കൊരു സുന്ദരമായ ഗാനം. ഈ ഗാനത്തിൻ്റെ വിശേഷങ്ങൾ, ഇത് എഴുതിയത്, സംഗീതം ഒന്ന് പറയും. ഇത് ആക്ച്വലി ഞാൻ ഇരിഞ്ഞാലക്കുട പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു പാട്ട് പാടാൻ കിട്ടിയൊരു അവസരമാണ്. അത് ആക്ച്വലി തൊടുപുഴയുള്ള ഡീപോൾ പബ്ലിക് സ്കൂളിൽ അന്നുണ്ടായിരുന്നൊരു അച്ഛന്, ജോസ് ബേസിൽ പ്ലാത്തോട്ടം അച്ഛന് വളരെ
പ്രസംഗം ഒക്കെ യൂട്യൂബിലെ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. നല്ല ചിന്ത, നല്ല തീഷ്ണതയുള്ള അച്ഛനാണ്. അച്ഛൻ്റെ 2 പാട്ടുകൾ പാടിയതിൽ ഒരെണ്ണം ഇതായിരുന്നു. അതൊരു സൈബു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അദ്ദേഹം ഈ നീരുമംഗലംകാരാണ്. അദ്ദേഹമാണ് അത് ട്യൂൺ ചെയ്തത്. മനോഹരമായൊരു പാട്ടായിട്ട് എനിക്ക് തോന്നി. വ്രതങ്ങളെ പറ്റിയുള്ള പാട്ടുകൾ വളരെ ചുരുക്കമുള്ളൂ. ഇത് ഓരോ സ്റ്റാൻസയിലും അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടുള്ള നല്ലൊരു ഗാനമാണ്. പ്രത്യേകം അച്ഛനെയും സഹോദരനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. പ്രിൻസ് അച്ഛൻ ഒരു നല്ലൊരു ഗായകനാണ്. നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകളൊക്കെ തന്നെ പ്ലേ ചെയ്യും. ഫ്ലൂട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട് അല്ലേ? വളരെ വളരെ മ്യൂസിക്കിലൊരു തപസ്യ നടത്തുന്ന. അത് മാത്രമല്ല അച്ഛനെ പറ്റി പറയാൻ, അച്ഛൻ നല്ലൊരു കലാകാരനാണ്. അതെനിക്ക്, ഞങ്ങൾ ഒരേ ബാച്ചായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ ഒരേ ബാച്ചാണ്. എനിക്ക് മിക്കപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ചായിരിക്കും വരിക. ഞങ്ങൾ ക്രിസ്മസിനൊരു കപ്പലുണ്ടാക്കി നമ്മുടെ ബാച്ചിൻ്റെ അല്ലേ. അതിൻ്റെ ഒരു രസകരമായ അനുഭവങ്ങളൊക്കെ. തീരത്തണഞ്ഞു കിടക്കുന്ന പോലെ കപ്പൽ തീരത്തണഞ്ഞു കിടക്കുന്നു. അതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൗലോസ്ലിഹയുടെ വർഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ പൗലോസ്ലിഹ വർഷവും വചനവർഷവും കൂടെ ആയിരുന്നു. വചനവർഷം കൂടി ഒരുമിച്ചായിരുന്നു. അത് നല്ലൊരു ഭാര്യ ചിത്രമാണ്. അതിൽ പ്രിൻസ് അച്ഛൻ അപ്പോൾ ഒരു കാര്യം ഏറ്റതാണ്, ഫ്രെയിമിൽ നമ്മൾ പൗലോസ്ലിഹയുടെയും ഒക്കെയുള്ള പല രംഗങ്ങൾ അത് ചെളികൊണ്ട് പൗലോസ്ലിഹയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ മണ്ണുകൊണ്ട് ഒരു ഫ്രെയിമിൽ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കാർവ് ചെയ്തെടുത്തിട്ട്, അത് ഞാൻ അച്ഛൻ്റെയാണ് ഐഡിയ, എല്ലാം അച്ഛൻ്റെ തന്നെയാണ്. അത് ഞാനും കൂടി അച്ഛൻ്റെ കൂടി. ധർമാരമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, റക്ടർമാരായിക്കോട്ടെ, ഒരു കുഞ്ഞിൽ ഒരു ആസ്പിരൻ്റ്, അവിടെയുള്ള പ്രദേശമായിട്ട് വരുന്ന അവൻ പോലും അറിയാത്ത കഴിവുകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് വളർത്തി വലുതാക്കുന്ന ഗുരുവച്ചന്മാരുള്ള ഒരു വേദി കൂടിയാണ് ധർമാരം. പോസിബിലിറ്റീസ് ഇഷ്ടം പോലെ നമുക്ക് തരും. എന്ത് ചെയ്യാനും നമുക്ക് സപ്പോർട്ട് ഭയങ്കരമാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ ആ പെയിൻറ്റിങ് ആയിക്കോട്ടെ, അച്ഛൻ്റെ തിരക്കുകൾക്കിടയിൽ ഒരു ചെറിയ ഉപദേശമാണ്. അച്ഛൻ മ്യൂസിക് മിനിസ്ട്രി തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അച്ഛൻ നല്ലൊരു കലാകാരനാണ്, അത് മറക്കരുത്. അതിനും കൂടി സ്ഥാനം കൊടുക്കണം. പ്രത്യേകം സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ് അച്ഛാ. തീർച്ചയായും. ഇവനച്ഛാ, ഞാൻ ഇത്ര നേരവും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ധർമാരാമൻ്റെ ഫ്ലോറിൽ തകർത്തിട്ടുള്ള ആൾക്കാരാണ്. എത്രയോ പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്, ഡ്യുവറ്റായിട്ട് പാടിയിട്ടുണ്ട്, സിംഗിളായിട്ട് പാടിയിട്ടുണ്ട്. അച്ഛൻ്റെ ശബ്ദത്തിൽ നല്ലൊരു ഗാനം ഉറപ്പായിട്ട് ഞാനൊരു ഗായകനാണ്. ഒരു ഡിൽജോ കെ ജോസ് അദ്ദേഹത്തിൻ്റെ വരികൾ, അതുപോലെ അത് സംഗീതം ചെയ്തിരിക്കുന്ന കുമാർ കലാസദനാണ്. അദ്ദേഹത്തിൻ്റെ ഏവുപ്രാസ്യമ്മയുടെ ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട്, അത് ഞാൻ ഉറപ്പായിട്ട് ഇപ്പോൾ ആലപിക്കാം. ദൈവത്തെ സ്വന്തമാക്കിയോരമ്മ, ക്രൂശിത രൂപത്തെ ചേർത്തോരമ്മ, ആപരന്റെ കണ്ണീരൊപ്പുമമ്മ, കാരുണ്യം തുളുമ്പുമെന്നമ്മ, ആപരന്റെ കണ്ണീരൊപ്പുമമ്മ, കാരുണ്യം തുളുമ്പുമെന്നമ്മ. പ്രാർത്ഥിക്കുന്നമ്മ എൻ മാധ്യസ്ഥയമ്മ, സ്നേഹിക്കുന്നമ്മ ദൈവദാസിയാണമ്മ. പ്രാർത്ഥിക്കുന്നമ്മ എൻ മാധ്യസ്ഥയമ്മ, സ്നേഹിക്കുന്നമ്മ വിശുദ്ധ ഏവുപ്രാസ്യമ്മ. ദൈവത്തെ സ്വന്തമാക്കിയോരമ്മ, ക്രൂശിത രൂപത്തെ ചേർത്തോരമ്മ,
ദൈവം സ്വന്തമാക്കി, നിന്നെ ദൈവം സ്വന്തമാക്കി. ദൈവത്തെ സ്വന്തമാക്കിയോരമ്മ, ക്രൂശിത രൂപത്തെ ചേർത്തോരമ്മ, ആപരന്റെ കണ്ണീരൊപ്പുമമ്മ, കാരുണ്യം തുളുമ്പുമെന്നമ്മ, ആപരന്റെ കണ്ണീരൊപ്പുമമ്മ, കാരുണ്യം തുളുമ്പുമെന്നമ്മ. പ്രാർത്ഥിക്കുന്നമ്മ എൻ മാധ്യസ്ഥയമ്മ, സ്നേഹിക്കുന്നമ്മ ദൈവദാസിയാണമ്മ. പ്രാർത്ഥിക്കുന്നമ്മ എൻ മാധ്യസ്ഥയമ്മ, സ്നേഹിക്കുന്നമ്മ വിശുദ്ധയേവുപ്രാസ്യമ്മ. മരിച്ചാലും മറക്കാത്ത സ്നേഹമേ, മരിച്ചാലും മറക്കില്ല സ്നേഹമേ, മരിച്ചാലും മറക്കാത്ത സ്നേഹമേ, മരിച്ചാലും മറക്കില്ല സ്നേഹമേ. വിപിനച്ച വളരെ ഹൃദ്യമായ ആലാപനമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലഘട്ടത്ത് വിശുദ്ധ യൗപ്രാസ്യാമ്മയെ കുറിച്ച് ഇറങ്ങിയ പാട്ടുകളിൽ ഇത്രയും ഇമ്പമുള്ളൊരു പാട്ട് ഞാൻ വളരെ അത് അച്ഛൻ്റെ സ്വരത്തിലും കൂടി ആയപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയി. താങ്ക് യു അച്ഛാ. എൻ്റെ വരികളും സംഗീതവും ഒക്കെ അത്രയും വലിയ ഇഷ്ടമാണ്. താങ്ക് യു അച്ഛാ. ഒത്തിരി പ്രിയപ്പെട്ട പ്രിൻസ് പരത്തിനാലച്ചനോടൊപ്പമുള്ള ഈ എപ്പിസോഡ് ഇവിടെ തിരികെയാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം TV-യുടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാനൊരു